എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പൊ എവിടെയെന്നറിയോ? നമ്മുടെ രോഹിണിന്റെ വീട്ടിലാണ്. അപ്പൊ കല്യാണത്തിന്റെ തലേ ദിവസം രാവിലെ ഏകദേശം ഒരു 11:45 അപ്പൊ എല്ലാവരുടെയും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏട്ടന്മാരും മാമന്മാരും ഒക്കെ അടിയിലുണ്ട്, അതായത് വീടിന്റെ താഴത്തുണ്ട്. ഞങ്ങളെല്ലാവരും പെൺപടം മൊത്തം മുകളിലാണ്. അപ്പോൾ എല്ലാവരും ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കല്യാണ വിശേഷങ്ങളായിട്ടാവും ഇനി കുറച്ച് ദിവസത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ എന്താ കുട്ടപ്പയ്യ വിശേഷം? ശരിക്കും ഇതൊന്ന് പറ. ആരുടെ? രോഹിണീച്ചറെ. അപ്പം നമ്മളിപ്പോൾ എങ്ങടെ പോണ്? അപ്പോൾ ഞാനും ഏട്ടനും കുട്ടപ്പായൊക്കെ കൂടി പോവുകയാണ്. വീടൊക്കെ അടച്ചു പൂട്ടി. അമ്മയും കുമാരൊക്കെ മുന്നിൽ പോയിട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരുള്ളൂ. പണിയുണ്ട് ഇവിടെ, പണിയുണ്ട് ഇവിടെ. തേക്കണം, വെള്ളം കളിക്കണം, കൊറേ പണിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, ലൈക്ക് ചെയ്യാൻ പറ. പ്രവീണയുടെ ഉണങ്ങിയോ കാണിച്ചെടുത്ത കുഞ്ഞുമണിയുടെ കാണിച്ചെടുത്ത കുഞ്ഞുമണിയുടെ കൈ കാട്ടിയെടുത്ത കയ്യാട്ടിക്ക് പൊന്നെ കയ്യാട്ടി എടുത്തേ. ഇവിടെ ഇവിടെ ടുട്ടുന്റെ കയ്യാണ്. അവള് വീഡിയോ കളി കാണിക്കണ്ടാന്ന്. മര്യാദക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വീഡിയോയിൽ വന്നോട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാത്തിരുന്ന രോഹിണിയുടെ കല്യാണത്തിന്റെ തലേ ദിവസം വന്നെത്തിച്ചേർന്നു കേട്ടോ. അപ്പൊ ഇതാ പണ്ടങ്ങളൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് കൊടുന്നത്. കുറേ ദിവസം നമ്മൾ മുന്നേ തന്നെ വീട്ടിൽ കൊടുന്നു വെക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ അത് അത്ര സേഫും അല്ല അല്ലേ. അപ്പൊ എല്ലാവരും ഉള്ളപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു സമാധാനമാണ്, പിന്നെ എല്ലാവർക്കും കാണും ചെയ്യാം, പിന്നെ അതാണ് സേഫ്. അങ്ങനെ അതാ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി നിന്ന് രോഹിണിയുടെ സ്വർണ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ SJ ജ്വല്ലറി എന്നാണ് നമ്മൾ ഗോൾഡ് എടുത്തത് കേട്ടോ. അത് മുന്നേ തന്നെ ബുക്ക് ചെയ്ത് എടുത്തതൊന്നുമല്ല, മുന്നേ തന്നെ നമ്മൾ പോയി നമ്മൾ പറഞ്ഞ മോഡൽ സെലക്ട് ചെയ്ത് എടുത്തതൊന്നുമല്ല. അവിടെ ചെന്നതിന് ശേഷം നമ്മളൊരു ജ്വല്ലറി സെലക്ട് ചെയ്തു, അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഗോൾഡ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിന് ഇണങ്ങി തന്നെ കിട്ടിയെന്ന് പറഞ്ഞു തരുമായിരുന്നു ഞാൻ. നല്ല ഗോൾഡായിരുന്നു എല്ലാതും, നല്ല ക്വാളിറ്റി, നല്ല പണി. അതായത് നമ്മളിപ്പോൾ ഒരു മാല കാണുമ്പോൾ അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെയാണല്ലോ നോക്കുക. നല്ല നീറ്റായിട്ടുള്ള ഗോൾഡിൻ്റെ പണി, അതേപോലെ തന്നെ മോതിരങ്ങളായിക്കോട്ടെ, അവൾക്ക് കിട്ടിയിട്ടുള്ള ഗോൾഡായാലും നല്ല അടിപൊളി ഗോൾഡായിരുന്നു കേട്ടോ. വളകളായിക്കോട്ടെ എല്ലാം സൂപ്പറായിരുന്നു. അങ്ങനെ നമുക്ക് പ്രസൻറ്റേഷൻ കിട്ടുമല്ലോ, നമുക്ക് കുറച്ച് ഗോൾഡൊക്കെ നമ്മൾ കൊടുത്തിട്ട ഗോൾഡൊക്കെ പ്രസൻറ്റേഷൻ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിയ ഗോൾഡൊക്കെ കൂടിയിട്ട് ഏകദേശം 40 പവനാണ് കേട്ടോ രോഹിണി കുട്ടിക്ക് കൊടുത്തത്. അങ്ങനെ ഓരോ മാലയും അവർ സെറ്റ് ചെയ്ത് തരികയാണ് കേട്ടോ ബോക്സിൽ. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പോയിട്ട് നമ്മൾ കഴുത്തിൽ ഇട്ട് നോക്കിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണ്, മാല അത് തന്നെയാണോ, ആ മോഡൽ തന്നെയാണോ എന്നൊക്കെ രോഹിണി കുട്ടി കറക്റ്റായിട്ട് നോക്കണുണ്ട് കേട്ടോ. ഒപ്പം ഞങ്ങൾ വട്ടളഞ്ഞിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്, കാരണം ആരും ഗോൾഡ് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും കാണാനുള്ള ഒരു തിടുക്കും ആകാംക്ഷയൊക്കെയാണ് കേട്ടോ. ഞാൻ പൊതുവേ ഗോൾഡൊന്നും കാണാൻ അങ്ങനെ പോവാറില്ല. എനിക്ക് ഗോൾഡിനോട് വലിയ എന്താ പറയുക, നമ്മളിപ്പോൾ കുറേ അങ്ങോട്ട് ഒരു കമ്പുണ്ടാവില്ലേ, നമുക്ക് ഗോൾഡിനോടൊരു കമ്പുണ്ടാവില്ലേ. എനിക്ക് അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു മാലയോ ഒരു വളയോ അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഗോൾഡൊക്കെ കാണാൻ, ചെറിയ ചെറിയ മോതിരങ്ങൾ, ചെറിയ ചെറിയ കമ്മലുകൾ, ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊതുവേ കല്യാണ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അത്രയും അടുത്ത റിലേറ്റീവൊക്കെ ആണെങ്കിൽ ഗോൾഡ് കാണാൻ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ പൊതുവേ ഞാൻ പോവാറില്ല, അമ്മ പോയി കണ്ടിട്ട് പോരേന്ന് പറയാറ് ഞാൻ പതിവ്. പക്ഷേ രോഹിണിയുടെ മാലയും വളയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഒരു തിടുക്കായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോയി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കണ്ടു.
നമ്മുടെ SJ ജ്വല്ലറിന്ന് വന്നിട്ടുള്ള ആ 2 ചേട്ടന്മാരും സൂപ്പറായിരുന്നു കേട്ടോ. അവർ വളരെ കെയറിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഗോൾഡ് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ച് തന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സേഫായിട്ട് നമ്മുടെ വീട്ടിലവർ ആ സാധനം എത്തിച്ച് തന്നു. അതേപോലെ തന്നെ വലിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ഗോൾഡ് വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പെട്ടിയൊക്കെ കൊടുന്ന് തന്നു കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. വലിയൊരു പെട്ടിയൊക്കെ കൊടുന്ന് തന്നു. അപ്പോൾ അതിലായിരുന്നു നമ്മൾ രാത്രി സ്വർണം നമ്മുടെ ഗോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിച്ചത് ആ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോയി. കമൽ ചേട്ടനും പ്രതീഷ് ചേട്ടനും കൂടിയിട്ടാണ് നമ്മുടെ രോഹിണിയുടെ ഗോൾഡൊക്കെ SJ ജ്വല്ലറിന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടപ്പായി ഇതാ വലിയ കാർന്നവർ എന്ന നിലയിൽ ഫ്രണ്ടിലൊരു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ പ്രതീക്ഷേട്ടനും കമലേട്ടനും നമ്മുടെ കയ്യിൽ ഗോൾഡ് സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് അവർ പോയി കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോയത്. കല്യാണത്തിന് വരാമെന്നൊക്കെ വല്യമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാ വൈകുന്നേരത്തെ ചടങ്ങ് ആരംഭിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തെ തലേ ദിവസത്തെ ഗംഭീരമായിട്ടുള്ള ആഘോഷം ഞങ്ങൾ ഇതാ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇത് നമ്മുടെ പുടവ കൊടുക്കലാണ് കേട്ടോ. ഈ പുടവ കൊടുക്കൽ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അമ്മായിമാരും ചേച്ചിമാരൊക്കെ കൂടി വന്ന്, ചേട്ടന്മാരൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണന്മാരൊക്കെ ഉണ്ടാവും. അവർ വന്നിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പുടവ കൊടുക്കും. പിറ്റത്തെ ദിവസം അവൾക്ക് കെട്ടുന്ന സമയത്ത് കൊടുക്കാനുള്ള പുടവ കൊടുക്കും. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ. അങ്ങനെ ഞാനൊരു സൈഡിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ നിറയെ ആളുകളും പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സാണ്. ഫോട്ടോഗ്രാഫേഴ്സിനെ പറ്റിയിട്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. അത്രയും നന്നായിട്ടാണ് അവർ ഓരോ വീഡിയോസും നമ്മളെ അത്രയും ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് അവർ വീഡിയോസ് ഓരോന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നന്ദും കുഞ്ഞും ഒക്കെ നല്ല മെറൂൺ കളറാണ് ഇട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ഡ്രസ്സ് കേട്ടോ. എനിക്ക് കല്യാണത്തിൻ്റെ അന്നത്തേക്കാളും ഇഷ്ടമായത് അവർ തലേ ദിവസത്തെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി അവർക്ക് ഭംഗി തോന്നിയിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അങ്ങനെ അതെ, ഞാൻ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണ കാരണമായിരിക്കും എനിക്ക് കുറച്ചുകൂടി അത് ഇഷ്ടപ്പെടുന്നുണ്ടാവുക. പക്ഷെ അവരുടെ ഇഷ്ടമാണല്ലോ, പെണ്ണുങ്ങളൊക്കെ വലിയ പെണ്ണുങ്ങളായില്ലേ, അപ്പം ഇനി അവരുടെ ഇഷ്ടങ്ങളല്ലേ നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. അങ്ങനെ അവരിനി ദക്ഷിണ കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ രോഹിണി കല്യാണ പെണ്ണ് ദക്ഷിണ കൊടുക്കണം. അച്ഛൻ, അമ്മ തൊട്ട് കാരണന്മാർ, അമ്മായിമാർ, അവർക്കൊക്കെ നമ്മൾ ദക്ഷിണ കൊടുക്കണം കേട്ടോ. ഇത് വല്യമ്മ, ഇപ്പുറത്ത് നിൽക്കണ അച്ഛമ്മല്ലേ, അത് വല്യമ്മയുടെ അമ്മയാണ് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രോഹിണിയുടെ ഗോൾഡ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അവർ കൊടുന്നതാണ് കേട്ടോ. ഈ ഒരു ബോക്സ് നമ്മുടെ SJ ജ്വല്ലറിക്കാർ കൊടുന്നു തന്നതാണ് കേട്ടോ. കണ്ടില്ലേ, വളകൾ, അതേപോലെ തന്നെ ചെക്കൻ്റെ മാല, അവളുടെ പാദസരം എല്ലാം നല്ല വൃത്തിയായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ധന്യേച്ചി സ്മൈൽ പ്ലീസ്. വീഡിയോ ആണ്. എടുക്കണ്ടേ. എന്താടി അങ്ങനെ രോഹിണി ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ വല്യമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ വല്യമ്മയുടെ ചേച്ചിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. ഞങ്ങൾ വല്യമ്മ തന്നെയാണ് കേട്ടോ വിളിക്കുക. അതായത് ഞാൻ
വല്യമ്മയ്ക്ക് 2 ആൺമക്കളാണ്, കണ്ണേട്ടനും ചിത്തപ്പനും. കണ്ണേട്ടൻ മൂത്താള്, ചിത്തപ്പൻ താഴുള്ളത്. അങ്ങനെയാണ് ചിത്തപ്പൻ. ചിലപ്പോ ആരെ കല്യാണം പെണ്ണേ എങ്ങനെ എടുക്കണം?
मैच लड़ाने जाएगी। जितना नेक है तू कसम से उतना फेक है तू पड़ गया क्यों गले तुम छलनी ठंडा की तरह बस ढूंढ रहा है मौका खुल के मारेगा चाका बाई चांस किसी लड़की का जहाँ झुमका എന്തായാലും വെല്ലിച്ചൻ്റെയും വെല്ലിമ്മയുടെയും രോഹിണിയുടെയും നന്ദുവിൻ്റെയും കുഞ്ഞുവിൻ്റെയും എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ബന്ധു മിത്രാദികൾക്കും രോഹിണിയുടെ വകയും നമ്മുടെ എല്ലാവരുടെയും വകയും സ്നേഹം മനസ്സറിഞ്ഞ് നിങ്ങളോട് പറയാണ്. എന്തായാലും നമുക്കിനി അടുത്തതായിട്ട് രോഹിണിക്ക് മഞ്ഞൾ സ്വീറ്റ്സും അതേപോലെ തന്നെ മഞ്ഞൾ കല്യാണവും നടത്താം. അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും കൈയടിച്ച് എന്തായാലും നമുക്ക് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. പോരാ ഓക്കെ, അപ്പൊ നമുക്ക് സാന്ദ്ര തേക്കണം, മുഖത്ത് തേക്കണം, മുഖത്താ തേക്കണം. ഇത് നമ്മുടെ അമ്മായിമാരാണ് കേട്ടോ. ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. ചെറിയ അമ്മായിയുടെ മക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. വലിയ അമ്മായിയുടെ മകൻ അമേരിക്കയിൽ സെറ്റിൽഡാണ് കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞൊരു മോളുണ്ട്. വലിയ അമ്മായി രോഹിണിയുടെ തൊട്ടടുത്ത് നിൽക്കണതാണ്. ചെറിയ അമ്മായി നമ്മുടെ വിനി ചേച്ചിയുടെ തൊട്ടിപ്പുറത്ത് നിൽക്കണതാണ് കേട്ടോ. വിനി ചേച്ചി നമ്മുടെ ചെറിയ അമ്മായിയുടെ മൂത്ത മകൻ്റെ മരുമോളാണ് കേട്ടോ. അതായത് ആ കള്ളി ഷർട്ട് ഇട്ട ചേട്ടൻ്റെ. അങ്ങനെ ഞങ്ങളുടെ മഞ്ഞൾ കല്യാണം എല്ലാവരും കൂടിയിട്ടുള്ളത് പെൺപട മൊത്തം ആഘോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ചേട്ടന്മാർ, ഫോട്ടോ ചേട്ടന്മാരും ഞങ്ങളെ കൊണ്ട് ഓരോന്നും ഇങ്ങനെ കയ്യിൽ നമ്മുടെ ആ ഒരു രോഹിണിൻ്റെ മുഖത്ത് തേക്കേണ്ട ആ ഒരു മിക്സർ ഇതല്ലേ, അതൊക്കെ കൈമ തേച്ചിട്ട് ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും ഫോട്ടോസ് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസും ആൽബമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അന്ന് ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബം ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. ലാസ്റ്റ് ഒന്ന് കളിച്ചേ, എല്ലാവരും കളിക്ക്. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ നാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരായി. അങ്ങനെ കല്യാണത്തലേന്ന് ഞങ്ങൾ എന്തായാലും പാട്ട് വെച്ച് ആഘോഷിച്ച് ആടിത്തിമർത്തു. ഞാൻ എന്തായാലും ഡാൻസ് കളിച്ചിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ. ഞാൻ വേറൊരു മൂഡിലായിരുന്നു തന്നെ പറയാം. ഞാൻ ഈ ഒരു ലോകത്തൊന്നും അല്ലായിരുന്നു. എൻ്റെ മനസ്സ് മൊത്തം എല്ലാ ടെൻഷനും എല്ലാ വിഷമങ്ങളും മാറ്റി വെച്ച് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ആടിത്തിമർത്തു. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ എൻ്റെ വിഷമം മാറും. അപ്പം നമുക്കിനി നാളെ കാണാം.